ശ്രീമന്നാരായണീയം 17-ാം ദശകം ധ്രുവചരിതം. ധ്രുവൻ്റെ കുടുംബചരിത്രം, തപസ്സിനുള്ള കാരണം, ധ്രുവൻ്റെ തപസ് എന്നിവ ഈ ദശകത്തിൽ പ്രതിപാദിക്കുന്നു. ഉത്താനപാദനൃപതേർമനുനന്ദനസ്യ ജായാം ബഭൂവ സുരുചിർനിതരാമഭീഷ്ട അന്യാസുനീതിരിതി ഭർതൃരനാദൃതാസ ത്വാമേവ നിത്യമഗതി ശരണം ഗതാഭൂത്. സ്വയംഭുവ മനുപുത്രനായ ഉത്താനപാദ രാജാവിന് സുരുചി എന്ന പത്നി വളരെയേറെ പ്രിയപ്പെട്ടവളും രണ്ടാമത്തെ ഭാര്യയായ സുനീതി അനാദരപാത്രമായും ഭവിച്ചിരുന്നു. ദുഃഖാകുലയായ സുനീതി നിത്യവും അങ്ങയെ ഭജിച്ചു വന്നു. അങ്കേ പിതുസുരുചിപുത്രകമുത്തമന്തം ദൃഷ്ട്വാ ധ്രുവകില സുനീതി സുതോധിരോക്ഷ്യൻ ആചിക്ഷിപേ കില ശിശുസുതരാ സുരുച്യ ദുസ്സന്ധ്യജാ ഖലു ഭവദ്വിമുഖൈരസൂയ. പിതാവിൻ്റെ മടിയിൽ സുരുചി പുത്രനായ ഉത്തമൻ കയറിയിരിക്കുന്നത് കണ്ടപ്പോൾ സുനീതി സുതനായ ധ്രുവനും അതിന് തന്നെ ഭാവിച്ചു. അപ്പോൾ ബാലനെ സുരുചി നല്ലവണ്ണം ആക്ഷേപിച്ചു. അങ്ങയിൽ ഭക്തിയില്ലാത്തവർക്ക് അസൂയാദോഷം പരിത്യജിക്കാൻ പ്രയാസമാണ്. ത്വന്മോഹിതേ പിതരി പശ്യതി ദാരവശ്യേ ദൂരം ദുരുക്തി നിഹസ്തസ്സഗതോ നിജാംബ സാപി സ്വകർമ്മഗതി സന്തരണായ പുംസാം ത്വൽപാദമേവ ശരണം ശിശവേ ശശംസ. അങ്ങയാൽ മോഹിതനാക്കിയവനും പത്നിയുടെ അടിമയുമായ പിതാവ് കാണെ തന്നെ ശകാരവാക്കുകൾ സഹിക്കേണ്ടി വന്ന ധ്രുവൻ അത്യന്തം ഖിന്നനായി സ്വന്തം മാതൃസൗജത്തിലേക്ക് പോയി. സ്വന്തം കർമ്മഗതികൾ തരണം ചെയ്യുവാനൊരുങ്ങുന്ന ജനങ്ങൾക്ക് അങ്ങയുടെ ചരണം തന്നെ ശരണമെന്ന് ആ മാതാവ് ബാലകനെ ഉപദേശിച്ചു. സുനീതിയെ ഭർത്താവ് ആദരിക്കുകയോ അവളുടെ ഹിതാനുസരണം പ്രവർത്തിക്കുകയോ ചെയ്തിരുന്നില്ല. അതിനാൽ പുത്രൻ്റെ ശോകനിവാരണത്തിന് ഭഗവാൻ തന്നെയാണ് ശക്തിയുള്ളവനെന്ന് കരുതി അവൾ അവനെ തപസ്സിന് പ്രേരിപ്പിച്ചു. ആകർണ്യസോഭിഭവദർശന നിശ്ചിതാത്മാ മാനി നിരേത്യ നഗരാൽ കില പഞ്ചവർഷ സന്തൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗ സ്തമാരരാധ തപസാ മധുകാനനാന്തേ. 5 വയസ്സ് പ്രായമുള്ള അഭിമാനിയായ ധ്രുവൻ ഇത് കേട്ട് അങ്ങയെ ആരാധിക്കാൻ നിശ്ചയിച്ചുറപ്പിച്ച് കൊട്ടാരത്തിൽ നിന്നും പുറപ്പെടുകയും തക്ക സമയത്ത് കണ്ടെത്തിയ നാരദൻ ഉപദേശിച്ച മന്ത്രവും പൂജാവിധികളും ഗ്രഹിച്ച് മധുവനത്തിലെത്തി അങ്ങയെ ഉദ്ദേശിച്ച് തപസ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. താതേ വിഷണ്ണ ഹൃദയേ നഗരീം ഗതേന ശ്രീനാരദേന പരിസാന്തിത ചിത്തവൃത്തൗ ബാലസ്തദർപ്പിതമനാക്രമവർദ്ധിതേന നിന്നെ കഠോര തപസാ കില പഞ്ചമാസാൻ. കൊട്ടാരത്തിലെത്തിയ ശ്രീ നാരദമുനി വിഷാദഗ്രസ്തനായ ഉത്താനപാദനെ സാന്ത്വനിപ്പിച്ചു. അങ്ങനെയിരിക്കെ ബാലകൻ അങ്ങയിൽ ചിത്തമർപ്പിച്ച് ക്രമേണയായി കൊടും തപസ്സനുഷ്ഠിച്ച് 5 മാസം കഴിച്ചുകൂട്ടി. താവത്തപോബല നിരുച്ഛ്വസതേ ദിഗന്ധേ ദേവാർത്ഥിതസ്തം മുദയൽ കരുണാർദ്രചേത ത്വദ്രൂപചിത്രനിലീനമതേ പുരസ്താ ദാവിർബഭൂവിധ വിഭോ ഗരുഡാതിരൂഢ. ധ്രുവൻ്റെ തപശക്തി മൂലം സർവലോകങ്ങളിലേക്കും ജീവജാലങ്ങൾക്ക് വീർപ്പുമുട്ടാൻ തുടങ്ങി. ഹേ വിഭോ, അപ്പോൾ
ദേവന്മാരുടെ പ്രാർത്ഥന കേട്ട് അങ്ങയുടെ മനസ്സ് ആർദ്രമാക്കുകയും അങ്ങയുടെ രൂപമായ ചിദാനന്ദരസത്തിൽ അലിഞ്ഞു ചേർന്ന ധ്രുവന്റെ മുൻപിൽ അങ്ങ് ഗരുഡാരൂഢനായി വന്നെത്തുകയും ചെയ്തു. ത്വദ്ദർശന പ്രമദഭാരതരംഗിതം തം ദൃക്വാ നിമഗ്നമിവ രൂപരസായനേ തേ തുഷ്ടൂഷമാണമവഗമ്യ കപോലദേശേ സംസ്പൃഷ്ടവാനസിതരേണ തഥാദരേണ. അങ്ങയുടെ ചാരുസ്വരൂപം ദർശിക്കയാൽ ആനന്ദം അലതല്ലുന്ന മനസ്സോടുകൂടിയ ധ്രുവൻ അങ്ങയുടെ രൂപാമൃതം സ്വന്തം കണ്ണുകൾ കൊണ്ട് പാനം ചെയ്യാൻ തുടങ്ങി. അതിൽ മുഴുകിയ ബാലകൻ പരവശനായി അങ്ങയെ സ്തുതിക്കാനറിയാതെ സ്തംഭിച്ചു നിൽക്കുന്നത് മനസ്സിലാക്കിയ അങ്ങ് തൻ്റെ ശംഖുകൊണ്ട് ആ കവിൾത്തടങ്ങളിൽ സ്പഷ്ടമായി തടവി. താവദ്ദിബോദ്ധ വിമലം പ്രണുവന്തമേന മാ ഭാഷഥാസ്തമവഗമ്യ തദീയഭാവം രാജ്യം ചിരം സമനുഭൂയ ഭജസ്വഭൂയ സർവോത്തരം ധ്രുവപദം വിനിവൃത്തിഹീനം. ഉടനെ യഥാർത്ഥ ജ്ഞാനം വീണ്ടു കിട്ടിയ ധ്രുവൻ അങ്ങയെ സ്തുതിക്കാൻ തുടങ്ങി. അവൻ്റെ ഇംഗിതം മനസ്സിലാക്കിയ അങ്ങ് അരുളി ചെയ്തു: ഹേ ധ്രുവ, മടങ്ങിപ്പോയി വളരെ കാലം രാജ്യപരിപാലനം ചെയ്ത് അതിനുശേഷം പുനരാവൃത്തിയില്ലാത്തതും സർവോത്തമവുമായ പരമപദം നേടുക. ഇത്യൂചിഷിത്വൈഗതേ നൃപനന്ദനോസ ആനന്ദദാഖിലജനോ നഗരീമുപേത രമേ ചിരം ഭവതനുഗ്രഹപൂർണകാമ സ്ഥാദേ ഗതേ ച വനമാതൃതരാജ്യഭാര. ഇപ്രകാരം പറഞ്ഞ് അങ്ങ് അപ്രത്യക്ഷനായപ്പോൾ രാജകുമാരനായ ധ്രുവൻ എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ട് പട്ടണത്തിലേക്ക് മടങ്ങി വന്നു. ഭഗവാന്റെ അനുഗ്രഹത്താൽ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റപ്പെട്ട് ധ്രുവൻ പിതാവായ ഉത്താനപാദൻ തപസ്സിനു വേണ്ടി വനത്തിലേക്ക് പോയപ്പോൾ വിധി പോലെ രാജ്യം ഭരിച്ച് ചിരകാലം വാണു. യക്ഷേണ ദേവനിഹതേ പുനരുത്തമേസ്മിൻ യക്ഷൈസയുദ്ധനിരതോ വിരതോ മനുക്ത്യാ ശാന്ത്യാ പ്രസന്ന ഹൃദയാഥ ധാതുപേത തുൽഭക്തിമേവ സുദൃഢമാവൂർണോൽമഹാത്മാ. അല്ലയോ ദേവ, പിന്നീട് ഒരു യക്ഷൻ ഉത്തമനെ നിഗ്രഹിച്ചപ്പോൾ ധ്രുവൻ യക്ഷന്മാരോട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങിയെങ്കിലും മനുവിൻ്റെ വാക്കുകൾ ആദരിച്ചുകൊണ്ട് പിൻവാങ്ങി. ഈ മനസ്സംയനം മൂലം പ്രസന്നനായ വൈശ്രവണൻ അരികിൽ വന്നെങ്കിലും മഹാത്മാവായ ധ്രുവൻ അങ്ങയിൽ ദൃഢമായ ഭക്തിയെയാണ് അദ്ദേഹത്തിൽ നിന്നും വരമായി സ്വീകരിച്ചത്. അന്തേ ഭവൽ പുരുഷനീത വിമാനയാദോ മാത്രാസമം ധ്രുവപദേ മുദിതോ യമാസ്തേ ഏവം സ്വഹൃത്യജനപാലനലോലധീസ്ത്വം മാതാലയാധിപനിരുന്ധിമമാമയ ഉഖാൻ. അന്ത്യകാലത്ത് അങ്ങയുടെ ദാസന്മാർ കൊണ്ടുവന്ന വിമാനത്തിൽ സ്വന്തം മാതാവിനോടൊത്ത് യാത്ര ചെയ്ത ധ്രുവൻ ഇന്നും അതേപടി ആനന്ദത്തോടുകൂടി ധ്രുവലോകത്തിൽ പ്രശോഭിക്കുന്നു. സ്വന്തം ഭക്തജനങ്ങളെ പരിപാലിക്കുന്നതിൽ തൽപരനായ ഹേ ഗുരുവായൂരപ്പ, എൻ്റെ രോഗങ്ങളെ നശിപ്പിക്കണമേ. ശ്രീഹരേ നമഃ.